രാഹുൽ ഗാന്ധിയെ എത്ര തിരുത്തിയാലും നന്നാകില്ല. ഉത്തരവാദിത്തത്തോടെ പെരുമാറാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ പഠിപ്പിക്കുമോ? എന്നാൽ അതുമില്ല. എന്നാൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറാൻ അവർ പഠിപ്പിക്കണമെന്ന ഉപദേശം നൽകി കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്ത്. രാഹുൽ ഗാന്ധിയെ വളരെ രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസിനെയും രാഹുലിനെയും ഒരിക്കലും തിരുത്താനാകില്ല എന്നും തിരുത്തിയാലും നന്നാകാൻ പോകുന്നില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. പാർലമെന്റിന് പുറത്ത് ബഹളം വെച്ചവരാണ് കോൺഗ്രസുകാർ. രാഹുലിന്റെയും കോൺഗ്രസിലെ മറ്റു നേതാക്കളുടെയും ഇത്തരത്തിലുള്ള പ്രവണതകൾ മാറ്റാൻ സാധിക്കില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. അദ്ദേഹം പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഭരണഘടനയെ അവഹേളിക്കുവാനും BR അംബേദ്കറുടെ പൈതൃകം നശിപ്പിക്കുവാനും ശ്രമിച്ചവരാണ് കോൺഗ്രസുകാർ. BJP എംപിമാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കോൺഗ്രസ് പാർട്ടിയോടും രാഹുലിനോടും മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രാഹുലിന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ മാറുമെന്ന് തോന്നുന്നില്ല. സഭയിൽ ബഹളം വയ്ക്കുന്നതിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും മറ്റു നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയത് രാഹുലാണ്. ശീതകാല സമ്മേളനത്തിലെ മുഴുവൻ നടപടിക്രമങ്ങളും പരിശോധിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചത് രാഹുലും കോൺഗ്രസുമാണ് എന്ന് കാണാൻ സാധിക്കുമെന്നും കിരൺ റിജിജു പറഞ്ഞു. രാജ്യത്തിന്റെ ജനാധിപത്യ തത്വങ്ങൾ കോൺഗ്രസുകാർ മാനിക്കണം. കോൺഗ്രസ് ഒരു കുടുംബാധിപത്യ പാർട്ടി ആയതിനാൽ അവരുടെ ജനാധിപത്യ താല്പര്യത്തെ, അവരുടെ ചിന്താഗതികൾ രാജ്യത്തിന്റെയോ മറ്റു പാർട്ടികളുടെയോ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. പാർലമെന്റ് ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് BJP താല്പര്യപ്പെടുന്നതെന്നും എന്നാൽ രാഹുലിന്റെ പെരുമാറ്റം ശീതകാല സമ്മേളനത്തിന് വളരെയധികം തടസ്സങ്ങൾ സൃഷ്ടിച്ചുവെന്നും കിരൺ റിജിജു കൂട്ടിച്ചേർത്തു. കൂടുതൽ ഉത്തരവാദിത്തപരമായി പെരുമാറുവാൻ, കാര്യങ്ങളെ നിരീക്ഷിക്കുവാനും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ രാഹുലിനെ പഠിപ്പിക്കണം. പ്രതിപക്ഷ നേതാക്കളുടെ സഹകരണത്തോടെ സമ്മേളനം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ തുടക്കം മുതൽ സമ്മേളനം തടസ്സപ്പെടുത്താനാണ് രാഹുൽ ശ്രമിച്ചുകൊണ്ടിരുന്നതും. BJP എംപിമാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. കയ്യൊക്കെ കാണിക്കാനാണ് രാഹുൽ ശ്രമിച്ചതെന്നും ഇത്തരം പ്രവണതകൾ ഒരിക്കലും തിരുത്താനാകാത്തതാണ് എന്നും കിരൺ റിജിജു വ്യക്തമാക്കി. അതേസമയം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച് രംഗത്ത് വന്നു. പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയ്ക്ക് അർബൻ നക്സൽ ബന്ധമുണ്ടെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും തന്റെ പക്കലുണ്ട് എന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. ഭാരത് ജോഡോ യാത്രയുടെ പിന്നിലുള്ള ചില പ്രമുഖർ ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തതായും ഫട്നാവിസ് തുറന്നു പറഞ്ഞു. ഭാരത് ജോഡോ യാത്രയുമായി ബന്ധമുണ്ടായിരുന്ന 13 സംഘടനകൾക്ക് അർബൻ നക്സൽ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നടന്ന ചർച്ചയിൽ ജോഡോ യാത്രയിൽ ഉണ്ടായിരുന്ന പ്രമുഖരും അർബൻ നക്സലുകളും പങ്കെടുത്തിട്ടുണ്ട്. ഇതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നും അദ്ദേഹം തുറന്നടിച്ചു. ജോഡോ യാത്രയ്ക്ക് അർബൻ നക്സൽ ബന്ധമെന്ന ഫട്നാവിസിന്റെ വെളിപ്പെടുത്തൽ കോൺഗ്രസിന് ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറുകയാണ്. 2 തവണയായി നടത്തിയ ജോഡോ യാത്രയ്ക്ക് രാഹുലും സംഘവും വൻ തുകയാണ് ചിലവഴിച്ചതും. ഇതിന് പിന്നിലും ശ്രോതാക്കളും അത് വലിയ ചർച്ചയാവുകയാണ്. കോൺഗ്രസിന് ദേശവിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ടെന്ന ആരോപണം വളരെ ശക്തമായി തുടരുന്നു. ഇതിനിടയിലാണ് തെളിവുകൾ ഉണ്ട് എന്ന് ഫട്നാവിസ് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.